എല്ലാവിധമായ ആദരവുകളും അധ്യാപകരുടെ ആശംസകളും ചേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. ഈ അധ്യാപക ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ശുശ്രൂഷകളെ പറ്റി ഒരു ആത്മസംതൃപ്തിയാണ് ഇപ്പോഴും ഉള്ളത്. KK വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ അധ്യാപന ദിനത്തിൽ ഞാൻ നിൽക്കുന്നത് സെൻറ്റ് ജോസഫ് UP സ്കൂളിലാണ്, കൂവപ്പള്ളിയിലാണ്. ഇന്ന് ഇവിടെ പൂർവ്വ അധ്യാപകരെ എല്ലാം വിളിച്ച് പെൻഷനായ എല്ലാ അധ്യാപകരെയും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റും സ്റ്റാഫും എല്ലാവരും വിളിച്ച് ഞങ്ങൾക്ക് ഒരു ആദരവ് തരികയാണ്. അധ്യാപകരുടെ പ്രവർത്തനത്തിന്റെ ആ വലിയ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, ഗൗരവത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ രംഗത്തും ഉണ്ടാവുന്ന മൂല്യ തകർച്ച അധ്യാപക രംഗത്തും അധ്യാപക വിദ്യാർത്ഥി രംഗത്തും അധ്യാപകരോട് സമൂഹം നൽകുന്ന ആദരവിന്റെ രംഗത്തും ഒക്കെ താഴോട്ട് പോയിരിക്കുന്നു എന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാറും കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു നല്ല സൂചനയല്ല, അതൊരു നല്ല മെസ്സേജ് അല്ല സമൂഹത്തിന് കൊടുക്കുന്നത്. അധ്യാപകർ എല്ലാ അർത്ഥത്തിലും ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. നമുക്ക് റോൾ മോഡലുകളായി, പ്രകാശ ഗോപുരങ്ങളായി, നമുക്ക് ദിശാബോധം പകരുന്നവരായി, നമുക്ക് മാതൃകകളായി നിൽക്കുന്നവരാണ് അധ്യാപകർ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ മനസ്സിലെ വിഗ്രഹങ്ങളായി അവര് പഠിപ്പിച്ചു തന്നത്, അവര് പറഞ്ഞു തന്നത്, അവര് പ്രോത്സാഹിപ്പിച്ചത്, അവര് ശിക്ഷിച്ചത്, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അതീവ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ആരുടെയൊക്കെയെങ്കിലോ ആഗ്രഹങ്ങൾക്കും പ്രേരണകൾക്കും നിർബന്ധങ്ങൾക്കും വഴങ്ങി അവരുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അത് ഒരുപക്ഷെ നല്ല നിലയിൽ ശരിയായതാവണമെന്നില്ല. ഓരോ കുട്ടിയുടെയും അഭിരുചിയും വാസനയും പ്രതിഭയും താല്പര്യവും അനുസരിച്ച് നമുക്ക് ചില കൺസെപ്റ്റുകൾ, ഒരു പരിധി വരെ തെറ്റാന്ന് വിശേഷിപ്പിക്കാവുന്ന കൺസെപ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെയുണ്ട്. ഡോക്ടറാകുന്നത് ഏറ്റവും നല്ല ജോലിയാണ്, അത് ഒട്ടും മോശമല്ല, നല്ല ജോലി തന്നെയാണ്. പക്ഷെ എല്ലാവരും ഡോക്ടറായാൽ സമൂഹം മുന്നോട്ട് പോകും. നമുക്ക് നല്ല എഞ്ചിനീയർമാരും നല്ല അഭിഭാഷകരും വേണ്ടേ? അവരുടെ അഭിരുചിയും ടാലന്റും അനുസരിച്ച് അവർ പോകാൻ തയ്യാറായാൽ ഓരോരുത്തരും അതാത് രംഗങ്ങളിൽ, അവരുടെ കഴിവുള്ള രംഗങ്ങളിൽ പ്രഗത്ഭരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം ആ രീതിയിലുള്ള ഇടപെടൽ മറ്റൊട്ടേറെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ കൗൺസിലിംഗ്, അവർക്ക് പഠനോപകരണങ്ങൾ നൽകുക, അവരെ ബഹുമുഖ വ്യക്തിത്വങ്ങളുമായി ആശയവിനിമയം, അവരെ സ്കോളർഷിപ്പുകൾക്ക് പരിശീലിപ്പിക്കുക, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. ഞാൻ അതിലേക്കൊന്നും വല്ലാതെ വിശ്വസിക്കുന്നു. അധ്യാപകർക്ക് എല്ലാം വലിയ ആദരവ്. ഇവിടെ വിരമിച്ചവരും അല്ലാത്തവരുമായ ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ ഏറെ ആദരവോടെ ഈ പൊതുസമൂഹത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഏറെ ബഹുമാനവും ആദരവും അർപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. നിങ്ങൾ ഏറ്റവും സാർത്ഥകമായ ഒരു ജീവിതമാണ് നയിച്ചത്. മറ്റെല്ലാ കർമ്മരംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കും സമൂഹത്തോടുള്ള അവരവരുടേതായ കടമ നിർവഹിക്കാനായിട്ട് ചുമതലയുണ്ട്, അവർ ഓരോരുത്തരും അത് ചെയ്യുന്നുമുണ്ട്. എങ്കിലും അതിലൊരുപടി മുന്നിലാണ് അധ്യാപകരുടെ പ്രവൃത്തി, അധ്യാപകരുടെ മേഖല എന്ന് പറയുന്നത്. അതിന്റെ പ്രാധാന്യമൊക്കെ ഞാൻ ആദ്യം എന്നാലാവുന്നതോട് വിശദീകരിച്ചു. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിലയിലുള്ള ഒരു ചുമതല നിർവഹിച്ച് ഒരു കർമ്മകാണ്ഡത്തിലൂടെ കടന്നുപോയി തങ്ങളുടെ ജീവിത പ്രവൃത്തിയിൽ ഒരുപാട് ആളുകൾക്ക് അകക്കണ്ണ് തെളിച്ചു കൊടുക്കാൻ
അക്ഷരത്തിന്റെ വെളിച്ചം നൽകാൻ, വിദ്യ പകർന്നു കൊടുക്കാൻ, മൂല്യബോധം പകർന്നു കൊടുക്കാൻ, നല്ല ശീലങ്ങളും നല്ല രീതികളും അവർക്ക് കാണിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും കഴിഞ്ഞ സാർത്ഥകമായ ജീവിതമായിരുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും പിന്നിട്ട വഴികൾ. തുടർന്നും നിങ്ങൾ ആർജിച്ച ആ അനുഭവ സമ്പത്തും കരുത്തും ജീവിത വീക്ഷണങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും നന്മയുമെല്ലാം ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ, മറ്റുള്ളവർക്ക് മാതൃകകളും വഴികാട്ടികളുമായി തീരാൻ, വളരുന്ന തലമുറയ്ക്ക് നാളെയും മാർഗദീപങ്ങളാകാൻ ആദരണീയരായ ഓരോ അധ്യാപക ശ്രേഷ്ഠർക്കും കഴിയട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അധ്യാപക ശ്രേഷ്ഠർക്കും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഈ സമൂഹത്തിന്റെ പ്രതിനിധി, നാടിന്റെ പ്രതിനിധി എന്നുള്ളതിൽ ഈ നാട്ടിലെ മുഴുവൻ പൗരജനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും പേരിലുള്ള എല്ലാവിധമായ ആദരവുകളും അധ്യാപക ദിന ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിലെ കുട്ടികൾക്ക് ഊർജം പകർന്ന് ശരി. സത്യത്തിലുള്ള പങ്കെന്നാണ്, സമൂഹത്തിലെ പങ്കെന്നാണ്. ആ സമൂഹത്തെയും അതുപോലെ തന്നെ വ്യക്തികളെയും രൂപപ്പെടുത്തുവാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഓരോ അധ്യാപകർക്കും ഉള്ളത്. ആ തരത്തില് ആത്മാർത്ഥമായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ച റിട്ടയർ ചെയ്ത് ഇപ്പോൾ നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ അധ്യാപകരുടെ മുമ്പിൽ ആദരവോടെ ഞാൻ തലകുനിക്കുകയും അതുപോലെ തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയുമാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തില് ഈ സമൂഹത്തിന് നൽകിയ എല്ലാ നന്മകൾക്കും സമൂഹത്തിന്റെ പേരിൽ നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ഈ അധ്യാപക ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.
സന്തോഷത്തോടു കൂടിയ ആ ഒരു വലിയ നന്ദി ഈ സമയത്ത് ഞാൻ തരികയാണ്. വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഞങ്ങളുടെ സ്നേഹം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാൾ ഉപരി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്കറിയാം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ കുറവുകൾ വന്നാൽ അവരത് എത്രമാത്രം ടെൻഷൻ എടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ ഒരു അധ്യാപക ദിനത്തിൽ ഞങ്ങൾ വിതൗട്ട് പെർമിഷൻ നമ്മുടെ അധ്യാപകരോട് ഒന്നും നമ്മൾ സമ്മതി ചോദിക്കാതെ ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർക്ക് വന്ന് ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കാനായിട്ട് ഞങ്ങൾ ഈ നിമിഷം ഒന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മുടെ മാനേജേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി നമ്മുടെ വലിയ എക്സിക്യൂട്ടീവുള്ള അംഗങ്ങളെല്ലാം കൂടി ഈ സ്റ്റേജിലേക്ക് വന്നുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ഒരു ചെറിയ സമ്മാനം, ഒരു മൊമെന്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നിർവഹിച്ച ശുശ്രൂഷകളെ പറ്റി ഒരു ആത്മസംതൃപ്തിയാണ് ഇപ്പോഴും ഉള്ളത്. ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ ഇപ്പോഴും വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ അനുസ്മരിക്കുന്നു. എല്ലാവരെയും ഇത് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്.
Come